ഇപ്പോഴും ഈ വിഷയത്തിൽ ആ വ്യാജ ആരോപണത്തിൽ കുട്ടിയും കുടുംബവും അവർ വലിയ പാടുപെട്ട് നടത്തുന്ന ജീവിതത്തിൽ ഇപ്പോൾ വിലങ്ങുതടിയായിട്ടുള്ളത് ഈ വ്യാജ പ്രചരണം. അതിനെക്കുറിച്ച് ആ കുട്ടി തന്നെ ചേരും. ഈ മക്കളെക്കുറിച്ച് എന്താ സ്കൂളിൽ പറഞ്ഞുണ്ടാക്കിയത്? അവിടുത്തെ അധ്യാപകനായ സാർ അധ്യാപകനെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഒരു ടീച്ചർ ഇങ്ങനെ പറഞ്ഞ് ഗ്രൂപ്പുകളിൽ മെസ്സേജ് ഇടുകയും പിന്നെ അവിടുത്തെ കുട്ടികളോടായാലും അവിടെ വരുന്നവരോടായാലും ഇങ്ങനെ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പറഞ്ഞ് ഈ സാർ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. മക്കളുടെ ശ്രദ്ധയിലൊക്കെ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ ശ്രദ്ധയിൽ എപ്പോഴാണ് പെട്ടത്? ഈ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നപ്പോഴാണോ? ഗ്രൂപ്പിൽ മെസ്സേജ് വരെയപ്പോഴും പിന്നെ അമ്മ സ്കൂളിൽ ഇടയ്ക്ക് പോകുമായിരുന്നു. അപ്പോൾ അമ്മയുടെ ചെവിയിൽ ഇങ്ങനെ കേൾക്കുകയും പിന്നെ അവിടെ പറയുകയൊക്കെ ചെയ്തുമായിരുന്നു. മറ്റാരെങ്കിലും സ്കൂളിൽ നിന്നൊക്കെ വിളിച്ചിരുന്നോ? കുഞ്ഞിനെ വിളിച്ചിരുന്നോ? വിളിച്ചിട്ടുണ്ടായിരുന്നു. മാധ്യമത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. പിന്നെ ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ നിന്നും പറഞ്ഞൊക്കെ തോന്നിയ പേരങ്ങനെ വിളിച്ചിട്ട് എൻ്റെ അമ്മയുടെ അച്ഛനോടാണ് സംസാരിച്ചിട്ടുള്ളത്. എന്താ സാർ പീഡിപ്പിച്ചോ അങ്ങനെ കൂടുതൽ അങ്ങനെ കുത്തി ചോദിക്കുകയായിരുന്നു.